ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെൻ്റാണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല, അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാനിതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലന്മാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കാരണം ഇത് കുറെ അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല. ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞു കേട്ടോ. നമ്മളോട് പറഞ്ഞു തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരായിരുന്നു? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോൾ പറയും. ഞാനില്ല. നേതൃത്വം വന്ന് 1 വർഷം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. ഇത് അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടിരുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തതിൻ്റെ കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈകൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിരിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളടക്കം കഴിഞ്ഞ 1 വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളിലൊന്നും ഒരു വ്യക്തതയില്ല. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പോൾ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ടേഡ് അക്കൗണ്ടിന് അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നു. അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിബയ്ക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്രനാളും. അങ്ങനെ ഒരു പരാമർശമൊക്കെ വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ. അൻസിബ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചപ്പോൾ.
അപ്പം നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. എനിക്ക് അനുകൂലമായ ഒരു നിലപാടാണോ അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ? അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്ത്. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടെ? അതെല്ലാം പക്ഷേ ഇപ്പോൾ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ അങ്ങോട്ട് കയറി വന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ, എനിക്കെതിരെ ഇപ്പോൾ ആരോപണം. ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ടേ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? എന്നിട്ട് എന്താ അതിൻ്റെ പുറകെ പോകാൻ? ഇപ്പം പറയുന്നത് ശ്വേത തന്നെയാണ് അതിൻ്റെ പുറകിൽ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ ആരോപണങ്ങളും അല്ലല്ല, അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഇതിൻ്റെ പുറകിൽ